പ്രസാദം കൊടുക്കും. പ്രസാദം കൊടുക്കും, സത്സംഗവും ധ്യാനവും കഴിച്ച് പ്രസാദം കൊടുക്കുമ്പോൾ ചിലരോട് വിഷമം പറഞ്ഞ് കരയും. അപ്പോൾ അവരെ കടന്നു ചോദിച്ച് ഇനിയും കരയുമ്പോൾ മഴയിട്ട് ആശ്വസിക്കും. അങ്ങനെ ഒരു പ്രൈവറ്റ് ട്രാക്ക് നദിയായി. അങ്ങനെ പിന്നെ ആലിംഗനം എന്ന് പറയുമ്പോൾ മാത്രം പിന്നൊന്നും പറയുകയാണെങ്കിൽ കൊടുക്കുന്ന എടുക്കുന്നതല്ല, അത് ഒരു ഹൃദയങ്ങൾ തമ്മിലുള്ള മീറ്റിങ്ങിനാണ്. അത് ഒരു പഞ്ചാര മുതൽ എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? അത് ഒരു അനുഭവമാണ്, ക്രമത്തിനൊരു ഭാവമാണ്. കൊടുക്കുന്ന രണ്ടെന്നുള്ള ഭാവമല്ല, 100 സൂര്യന് സൂര്യൻ തന്നെ ഉണ്ട്. പല രീതിയുടെ എനിക്ക് അതുപോലെ ഇന്ന് ഭിന്നമായിട്ട് കാണുന്നത്. അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരു ഫാക്ടറി പോകുന്നതും കൽക്കരി ഫാക്ടറി പോകുന്ന വ്യത്യാസമുണ്ടല്ലോ. കുടിക്കുന്ന വെള്ളം സാധാരണ വെള്ളം വ്യത്യാസമുണ്ടല്ലോ. നമ്മുടെ കെട്ടിപ്പിടിയിൽ അതാണ് അവർക്ക് വരുന്നത്. അത് വേറെ തരംഗങ്ങളാണ്. സാധാരണ അവർ തൻ്റെ കൂട്ടുകാരോടാണല്ലോ, ഏറ്റവും വിശ്വസ്തമായ കൂട്ടുകാരോടാണ് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അയാളോട് പ്രേമമുള്ളതുകൊണ്ടാണ് ആ വികാരം തുറന്നു പറയാൻ പറ്റുന്നത്. ആ വിശ്വസ്തതയും പ്രേമവും. അപ്പോൾ അങ്ങനെ ഒരു വിശ്വസ്തരെടുത്ത് ചിലപ്പോൾ ഡിപ്രഷനുള്ള ആൾക്കാർ വരും. അപ്പോൾ അവരോട് നിങ്ങൾ ഒരാളെ സുഹൃത്താക്കി കൂടുതൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഏറ്റവും തുറന്നൊരു അടുപ്പമുള്ളവരോട് നിങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറയും. സൈക്കാഴ്ച പോയാലും അങ്ങനെ ചെയ്യാൻ പറയും. എന്തെങ്കിലും ജോലി കാരണം വെറുതെ ഇരിക്കരുത് ഇങ്ങനെ പറയാറുണ്ട്. അത് മാനസിക രോഗികളുടെ. അല്ലാണ്ട് ഇപ്പോൾ ഭാര്യ ഭർത്താവ് സ്നേഹമില്ല, അവർ വിഷമിച്ചപ്പോൾ നിങ്ങൾ സ്വയം ഡിപ്പെൻഡ് ചെയ്യുക. സ്വയം തന്നിലേക്ക് തന്നെ പരാസക്തി കത്തുന്ന മെഴുതിരിൽ സ്വയം ചേർക്കുന്ന സൂര്യനാണ്. നിങ്ങളിൽ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറയും. മറ്റെല്ലാ തീരുമാനങ്ങളും സന്തോഷം ഒരു തീരുമാനം ഇന്നും വരട്ടെ ധൈര്യമായിരിക്കുക എന്നുള്ള രീതിയിൽ പോകാൻ പറയും. കാരണം 4 കവരെ നിന്നുകൊണ്ട് കൺഫ്യൂഷൻ അയക്കാതെ ചാടുക. അവർക്ക് ഒന്ന് ചിന്തിച്ച് ചാടുക എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ ജനിച്ച കുട്ടിക്ക് ഇറച്ചി കൂടി തയ്ക്കില്ല. അപ്പോൾ ഓരോരുത്തർക്ക് അലവനുസരിച്ചെന്ന് പറഞ്ഞു. പള്ളി ചർച്ചയിൽ പോകുന്നു. പക്ഷെ ആ തത്വം കൊണ്ടും ഗ്രഹിച്ചു പോകുന്നതുകൊണ്ട് അവർ ഇപ്പോൾ സമുദ്രത്തിൽ പിക്കനിക്ക് പോകുന്നവരുണ്ടല്ലോ, മുങ്ങാൻ ഗ്യാസ് വെച്ചുകൊണ്ട് പോകുന്ന പോലെ അവർ ആ സ്മരണകൾ വെച്ചുകൊണ്ട് പോകും. പിന്നെ അധ്യാത്മം കൊണ്ട് കേൾക്കുമ്പോൾ നീന്ത് പഠിച്ചൊന്നിരെ ആസ്വദിക്കുന്നല്ലാത്തൊന്നും വളർന്നു വീഴും. കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാകും. ഗുരുവിൻ്റെ സ്വഭാവം മനസ്സിലാക്കി പോകാൻ പറ്റും. ചുള്ളിക്കമ്പിക്കിളി പോലെ പണ്ടല്ലേ ശരിക്കും പുരുഷമേധാത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണല്ലോ. അതുകൊണ്ടിലും പുരുഷമേധാത്വം ഇപ്പോൾ കുറവാണ്. പക്ഷേ അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് ഒരുപോലെ ഉണ്ട്. അന്ന് അച്ഛനമ്മമാർ അച്ഛൻ ജോലിക്ക് പോകും, അമ്മ വീട്ടിലാണ്. അതുകൊണ്ട് കുട്ടികളുടെ കൂടുതലും സ്നേഹവും കാര്യങ്ങളും. ഇപ്പോൾ 2 പേരും ജോലിക്ക് പോകണം. ഇപ്പോൾ 2 പേർക്കും തുല്യ പങ്കുകളുണ്ട് അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ കുട്ടികൾ അവർ ജീവിച്ച് കാണിക്കുക. ഏറ്റവും ഉപദേശവും കൊടുക്കണം, അവർ ജീവിച്ച് കാണിക്കുകയും ചെയ്യണം. പരസ്പരം ആദരവോടുകൂടി ഒരു അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലൈഫ് കൊണ്ടുകൊണ്ട് അതിൻ്റെ കൂടെ ആദരവോടും ഉണ്ടാകും. അവകാശങ്ങൾ അഹങ്കാരവും ഞാനെന്ന ഭാവം ഉണ്ടാവുള്ളൂ. എല്ലാം തനിക്ക് വേണം, എനിക്കെന്നതിൻ്റെ ആദരവ് വരുമ്പോൾ മറ്റവനെ കൂടുതൽ പരിഗണിക്കാനൊരു ഭാവം ഉണ്ടാകും. അപ്പോൾ അച്ഛനും അമ്മയാണ് ആദ്യം അത് കാണിച്ചു കൊടുക്കണം. ജീവിച്ച് കാണിച്ചും ഉപദേശിച്ച് കൊടുക്കുക. പിന്നെ പണ്ടത്തെ അച്ഛനമ്മക്കാർ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ ആണുങ്ങൾ. പിന്നെ അവർ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഭാര്യമാർ അച്ഛനും അമ്മയ്ക്ക് ഒരു തുല്യ പങ്കുണ്ട്. പക്ഷെ അമ്മ ഒന്നുകൂടി ഒരു കുടിനടുത്ത്
പ്രസവിച്ച് വന്ന് കൂടി ഒരു ക്ഷമയും കരുണയും വേണം. അച്ഛന് രണ്ടുപേരും തുല്യം പങ്കെടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അമ്മ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചുകൂടെ ക്ഷമിച്ചു നല്ലതാണ്. പുതുമയാണ്, അത് പോറാറില്ല. ഉത്തരവാദിത്തമല്ല, നിമിഷത്തിൽ കുളിക്കും. വാച്ച് ഒരു ദിവസം ഒരു മിനിറ്റിൽ ഇത്ര പ്രാവശ്യം അടിക്കണം, ഒരു മണിക്കൂർ ഇത്ര പ്രാവശ്യം അടിക്കണം, 24 മണിക്കൂറിൽ ഇത്ര സെക്കൻഡ് അടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ച വാച്ചിന് ഓടാൻ പറ്റും. ഇത് ആ നിമിഷം ഇത്ര ജോലി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പോകല്ല, ജോലിയായിട്ട്. പക്ഷെ ഇപ്പോഴും മാതൃകയാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ മാതൃകയാണെന്നാണ് ഭാരങ്ങളായിട്ടൊന്നും ചിന്തിക്കാറില്ല. പ്രേമത്തിൽ ഭാരമില്ലല്ലോ. ഗർഭിണി പ്രേമത്തിൽ തൻ്റെ കുഞ്ഞിനെ താങ്ങുന്ന ഭാരമായിട്ട് തോന്നുന്നു. ഇല്ല, എപ്പോഴും ഒരു ആസനമാണ്. എനിക്കാകുമ്പോൾ അത് കുഞ്ഞിനെ പറ്റിയുള്ള ആനന്ദവും സന്തോഷമാണ്, അനുഭൂതിയാണോ. ടോപ്പ് കുഞ്ഞ് 1 മിനിറ്റിൽ ഇത്ര സെക്കൻഡ് അടിക്കണം. ഇങ്ങനെ ഇട്ട് പോലെ ഒരു മണിക്കൂറിൽ എത്രയാണ്, ഒരു ദിവസത്തേക്ക് എത്രയാണ് നമ്മളുടെ ആടാറ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മിനിറ്റ് ഈ നിമിഷമാണ്, അതുപോലെ എനിക്ക് ഈ നിമിഷമാണ്, ഈ നിമിഷത്തിൽ ജീവിക്കാനാണ് നല്ലത്. അതൊക്കെ നടന്നുകൊണ്ടു ആ വാച്ച് 2 ശമ്പളം മതിയില്ല. പ്രേമത്തിന് ഭാരമില്ല.